ഒരിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ. കുറേ പേര് എൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്തിടുന്നതായിരിക്കും. ഈ സെലിബ്രിറ്റീസും അങ്ങനെയൊക്കെ കുറേ പേര് എൻ്റെ കൊളാബും ഈ പ്രൊമോഷൻ വർക്കും ഒക്കെ ചെയ്ത് കുറേ പേര് ഇങ്ങനെ വീഡിയോസ് എടുത്തതായിരുന്നു. ഇതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയാമേ, കാരണം നമ്മളിത് പാർലറിൽ പോയി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാമേ. അപ്പോൾ ഈ അടുത്തിടെയായിട്ടാണ് ഞാൻ കണ്ടത് ഇത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാതെ. അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യാന്നല്ലേ. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കണേ. വീട്ടിൽ തന്നെ ചെയ്യുന്നില്ലേ, അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഇതേപോലെ ഒരു ഐസ് ക്യൂബ് എടുത്ത് ഫേസ് നല്ലതുപോലെ മസാജ് ചെയ്യണം. അതിൻ്റെ അകത്തൊരു 20 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്, അത്രയും നേരം ഒന്നും എന്തായാലും വെക്കാൻ പറ്റത്തില്ല. നല്ല നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇതേപോലെ നല്ലതുപോലെ ഫേസ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. കുറച്ചിറങ്ങി അതിലെത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് ഇനി നമുക്കൊരു ക്ലെൻസിങ് ആണ് കേട്ടോ. അതിന് നാച്ചുറലായിട്ട് പാല് ഒരു കോട്ടൻ്റെ അകത്ത് മുക്കി നമ്മുടെ ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് കേട്ടോ. അവരിതിൻ്റെ അകത്തെല്ലാം 15-20 മിനിറ്റ് ഒക്കെ പറയുന്നത്. ഇത്രയും നേരം ഒന്നും വെക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് മാക്സിമം നമുക്ക് നോക്കാം. ചിലപ്പോൾ അത്രയും നേരം വെച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സമയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ 20 മിനിറ്റ് ഒക്കെ വെച്ചാൽ കുഴപ്പമില്ല. ഇനി ഇതിനെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വരാം. നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസെല്ലാം. ഇനി നമുക്ക് സ്ക്രബിങ് ആണ്. അതിന് കോഫി പൗഡറും പഞ്ചസാരയും അതിലേക്ക് കുറച്ച് തക്കാളി എടുത്ത് ഡിപ്പ് ചെയ്ത് ഫേസിൽ നല്ലതുപോലെ സ്ക്രബ് ചെയ്യാം. ഇവിടെയൊക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കും. ഒത്തിരി ഹാർഡായിട്ട് അരയ്ക്കില്ല കേട്ടോ, നൈസായിട്ട് ചെയ്യാവും. ഞാൻ വീഡിയോയ്ക്ക് അതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒത്തിരി ഹാർഡായിട്ട് തോന്നുന്നതായിരിക്കും. ഈ മൂക്കിൻ്റെ സൈഡിൽ നെറ്റിയുടെ ഫ്രിഡ്ജിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള തക്കാളി കേട്ടോ. എടുത്തതിൻ്റെ ബാലൻസ് തക്കാളി ഇപ്പോൾ ഒരു ഷേപ്പ് ഇല്ലാത്ത നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഇതൊരു കുഴപ്പമില്ല. ഇതിന് ഒരു 10-15 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും നേരം ഒന്നും സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല ഫേസിൽ. ഒരു 5 മിനിറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, എനിക്കങ്ങനെ തോന്നുന്നത്. പിന്നെ ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു പാക്കാവുന്നതുകൊണ്ട് തന്നെ റിസൾട്ട് നമ്മൾ ആ പാർലറിൽ പോയി ചെയ്യുന്നതിൻ്റെ അത്ര റിസൾട്ട് എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷ ചെയ്യേണ്ട ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഹൈഡ്രാ ഫേഷ്യലാണത്. പിന്നെ സൈഡ് എഫക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളത്. ഇങ്ങനെ ഒരു പീസ് കിട്ടുന്നുണ്ട്. ഈ മൂക്കിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ നല്ലതുപോലെ ഉരയ്ക്കാൻ പറ്റുന്നുണ്ട്. മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ഇച്ചിരി നല്ലതാണ് കുറച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ
ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാട്ടോ. ഇതൊരു പാക്കാണ്. ഇതിനകത്ത് കോഫി പൗഡറും കടലമാവും മഞ്ഞളും തൈര് ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് എങ്ങനെയെങ്കിലും വെച്ചേക്കാൻ നോക്കണം. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും ഒരു 10-15 മിനിറ്റ് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്കൊരു 15 മിനിറ്റിന് ശേഷം കാണാം. അങ്ങനെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ശേഷം നല്ലതുപോലെ ഫേസിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന എഫക്റ്റ് ഒന്നും കിട്ടത്തില്ലെങ്കിലും നമുക്ക് നമ്മുടേതായ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്, ഒരു ഫേഷ്യലാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. 1-2 വട്ടം ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഹൈഡ്രാ ഫേഷ്യലൊക്കെ അത്യാവശ്യം നല്ല പൈസ ആകത്തില്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യൽ. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിനകത്ത് ഒരു 20 മിനിറ്റ് എല്ലാ പാക്കും എല്ലാം വെക്കണം. മാക്സിമം അവർ 20 മിനിറ്റ് എല്ലാം വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്ക്രബിങ് ആയാലും എല്ലാം 20 മിനിറ്റ് ചെയ്യണം. പക്ഷെ അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടിയും ഇതെവിടെ എനിക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.